മടക്കി വിടുമ്പോ ഉമയ്ർ ബിൻ അബീ വഖാസ് നബി തങ്ങളുടെ കൈപിടിച്ച് കരയുകയാ. അല്ലാഹുവിന്റെ റസൂലിനോട് കൈപിടിച്ചുകൊണ്ട് പറയുകയാണ് അയ്യർസുക്കൻ, അവിടെന്ന് പറയുകയാ ലഅല്ലല്ലാഹു അയ്യർസുക്കൻ ഷഹാദ, എനിക്ക് ഷഹീദാകണം നബിയേ, എനിക്ക് ഷഹീദാകണം നബിയേ, എനിക്ക് ബദറിൽ പോയി ഷഹീദാകണം നബിയേ. ആ 16 വയസ്സുകാരൻ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈപിടിച്ച് കരയുകയാ. ടാബിന് വേണ്ടിയല്ല, കമ്പ്യൂട്ടറിന് വേണ്ടിയല്ല, കറങ്ങാൻ പോകാനല്ല, ബൈക്ക് വാങ്ങാനല്ല, ടൂറ് പോകാനല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ കൈപിടിച്ചിട്ട് ആ 16 വയസ്സുകാരൻ കരയുകയാ. എനിക്ക് ഷഹീദാകണം നബിയേ, എനിക്ക് ബദറിൽ പങ്കെടുക്കണം നബിയേ. ആ പൊന്നുമോന്റെ കരച്ചിൽ കണ്ടിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടെ അനുവാദം കൊടുക്കുകയാണ്. സഅദ് ബിൻ അബീ വഖാസ് പറയുകയാണ്, വാളും പരിചയം പിടിക്കാൻ പോലും അറിയില്ലടോ, എങ്ങനെയാണത് കെട്ടേണ്ടതെന്ന് പോലും അറിയില്ല. എന്റെ സഹോദരന് ഞാനാണ് ആ പരിചയം വെച്ച് കെട്ടിക്കൊടുത്തത്. അവിടെ പോയി ഷഹീദ എന്ന് പറയുമ്പോ ഇന്നത്തെ ചെറുപ്പക്കാര് പഠിക്കടാ മോനെ, ഇന്നത്തെ ചെറുപ്പക്കാര് പഠിക്കണം. ആരാണ് ബദരീങ്ങള്? ഇവരുടെ ചരിത്രമാണ് നീ വായിച്ചു നോക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ട കുട്ടികളോട് പഠിക്കണം. ഇന്നത്തെ യുവതലമുറ മറന്നുപോയടോ. അല്ലാഹുവിന്റെ റസൂലും ബദരീങ്ങളെ കുറിച്ചൊക്കെ ഇന്നത്തെ മക്കളെ മറന്നുപോയി. അവർക്ക് ആരാണെന്നറിയില്ല. ഇന്ന് സാധാരണ റമദാനിൽ ഒരു ദിവസം പോലെ കടന്നു വരുന്നു. അന്നെന്ത് പ്രത്യേകതയാണ്? എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രമെടുത്ത് നോക്ക്. അഫ്രഇന്റെ 2 മക്കൾ, അഫ്ര എന്ന് പറയുന്ന മനുഷ്യന്റെ 2 മക്കൾ. അല്ലാഹുവേ, ചരിത്രമെടുത്ത് ചരിത്രമെടുത്ത് നോക്കിയാൽ മുഅബ്ബദും മുഅവ്വിദും 2 കുട്ടികളാണ്. 8ാമത്തെ വയസ്സിലാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. മിസ്അബ് റളിയല്ലാഹു തആല അൻഹു ഖുർആൻ ഓതുന്നത് കേട്ടിട്ടാണ് ഈ മക്കൾ ഇസ്ലാമിലേക്ക് വന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുആദും മുഅവ്വിദും എന്ന് പറയുന്ന 2 കുട്ടികളുണ്ട്. ആ കുട്ടികളുടെ ചരിത്രമെടുക്ക്. മിസ്അബ് റളിയല്ലാഹു തആല അൻഹു ഖുർആൻ ഓതുന്നത് കേട്ടിട്ടാണ് ഈ കുട്ടികൾ ഇസ്ലാമിലേക്ക് വന്നത്. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു ബദറിന്റെ രണാങ്കണത്തിൽ നിൽക്കുകയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്ന് പറയുന്ന സഹാബി പറയുന്നു, ഞാൻ ബദറിന്റെ രണാങ്കണത്തിൽ നിൽക്കുമ്പോ എന്റെ വലതും ഇടതും 2 കുട്ടികളാണ് നിൽക്കുന്നത്. അപ്പൊ മഹാനവറുകൾ ചിന്തിച്ചു, പടച്ചവനെ, വല്ല യോദ്ധാക്കന്മാരായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. ഈ കുട്ടികളെ എന്റെ വലതും ഇടതും നിൽക്കണേ. അപ്പൊ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറയുന്നു, ആ സമയത്ത് ആ 2 കുട്ടികളിൽ ഒരു കുട്ടി ചോദിക്കുന്നുണ്ട്, യാ അമ്മി. നമ്മള് മാമാ മാമാ എന്നൊക്കെ വിളിക്കൂലേ, കാക്കാ കാന്ന് വിളിക്കണ പോലെ ഈ 2 മക്കൾ അടുത്ത് നിന്നിട്ട് മഹാനവറുകൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറയാ, ഈ കുട്ടികൾ ചോദിക്കുന്നു, ഹൽ തഅരിഫു അബൂജഹൽ, ഈ അബൂജഹൽ ആരാ? ഈ കുട്ടി ചോദിക്കാ, ബദറിന്റെ രണാങ്കണത്തിൽ നിന്നുകൊണ്ട് ചോദിക്കുന്നു, അബൂജഹൽ ആരാണ്? അപ്പൊ മഹാനവറുകൾ ചോദിച്ചു, മക്കളെ അറിയാവോ? അബൂജഹലിനെ അറിയാവോ? അറിയാം. ഒമാ ഹാജത്തുക ഇലൈക, എന്തിനാ മക്കളെ നിങ്ങൾ ഈ അബൂജഹലിനെ തിരയുന്നേ? അപ്പൊ ആ കുട്ടികൾ പറയുന്നുണ്ട്, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചീത്ത വിളിച്ചിട്ടുണ്ട്, നബി തങ്ങളെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ കുട്ടികൾ പറയാ, അബൂജഹലിനെ ഒന്ന് കാണിച്ചതാ. ഒരുത്തം പറയാ, അബൂജഹലിനെ നിങ്ങൾ കാണിച്ചു തന്നാൽ ഒന്നുകിൽ ഞാൻ മരിക്കും, അല്ലെങ്കിൽ അവൻ മരിക്കും. 2 കുട്ടികളാണ് അവരുടെ ചരിത്രം പറയുന്നത്. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറയുന്ന ഒരു വലതുഭാഗത്ത് നിൽക്കുന്ന കുട്ടി പറയുകയാ, അവനെ ഒന്ന് കാണിച്ചതാ, അവനെ കാണിച്ചു തന്നാൽ ഒന്നുകിൽ ഞാൻ മരിക്കും, അല്ലെങ്കിൽ അവൻ മരിക്കും. ഉടനെ ഇടത് സൈഡിൽ നിൽക്കുന്നവൻ പറയണോ, ഒക്കെ എനിക്ക് കാണിച്ചതാ, ഒന്നുകിൽ അവൻ മരിക്കും, അല്ലെങ്കിൽ ഞാൻ മരിക്കും. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറയുന്നു, അവസാനം ആ കുട്ടികൾ കാണിച്ചു, മോനെ ദോ ആ വരുന്നവനാണ് അബൂജഹൽ, കാണിച്ചു കൊടുത്തു. ആ വരുന്നവനാണ് അബൂജഹൽ, കാണിച്ചു കൊടുത്തു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആ 2 കുട്ടികളാണ് അബൂജഹലിനെ കൊന്നുകളഞ്ഞത് എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. ആ കുട്ടികൾ ഇതായിരുന്നു അന്നത്തെ കുട്ടികൾ. ഇന്നത്തെ കുട്ടികളുടെ അവസ്ഥ പറയാതിരിക്കല. ഇന്നത്തെ കുട്ടികൾ, പടച്ചവനെ, ഇപ്പൊ MDM എല്ലാം കഴിഞ്ഞിട്ട് വെറൈറ്റി സാധനങ്ങൾ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് മരുന്ന് വാങ്ങിയിട്ട് കുടിക്കുന്ന അവസ്ഥ. ചുമയുടെ മരുന്ന് വാങ്ങി വരെ കുടിക്കുക, മൊത്തവും ലഹരിക്ക് വേണ്ടി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, പരിശുദ്ധമായ ബദർ ദിനം നമ്മളിലേക്ക് കടന്നു വരുന്നു. ആ ബദരീങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ നമ്മളില്ലടോ. ഈ പരിശുദ്ധമായ ദീനിന്റെ നിലനിൽപ്പ് തന്നെ
വളരെ പ്രയാസകരമായ ഒരു സാഹചര്യത്തിലാണ് ബദർ യുദ്ധം നടക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിൽ കിടന്നുകൊണ്ട് ദുആ ചെയ്തു ബദരീങ്ങൾക്ക് വേണ്ടി. പക്ഷെ എന്ത് ചെയ്യാൻ, ഇന്ന് വളർന്നു വരുന്നവർക്ക് ബദരീങ്ങളെ കുറിച്ച് അറിവില്ലാതെ പോകുന്നു. അവരെ കുറിച്ച് പഠിക്കണം, ബദരീങ്ങളെ കുറിച്ച് മനസ്സിലാക്കണം. ആ 313 സ്വഹാബത്ത് അവര് നിസ്സാരക്കാരായില്ലായിരുന്നു എന്ന് നമ്മൾ പഠിക്കുക അവരെ കുറിച്ച്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നിട്ട് നാം അവരുടെ പിന്നിൽ സഞ്ചരിക്കാൻ തയ്യാറാകണം. അവരെ കുറിച്ച് പഠിക്കുകയും അവരെ ആദരിക്കുകയും അവ ബഹുമാനിക്കുകയും അവര് പോകുന്ന സ്വർഗത്തിൽ നമ്മൾ എന്ത് നന്മയാ ജീവിതത്തിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും വേണ്ടത് റമളാനിന്റെ 30 ദിവസവും ദുആ ചെയ്യുന്നത് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, സ്വർഗം തരണോന്ന് അള്ളാഹിനോട് ദുആ ചെയ്യുന്നത്. മഹാനായ സയ്യിദുന അംർ ഇബ്നുൽ ജുമൂഹ് റളിയല്ലാഹു തആല മുടന്തനായ സഹാബിയ. ഈ സഹാബി ബദറിന്റെ തലേ ദിവസം നബിതങ്ങളുടെ മുമ്പിൽ പോയിട്ട് പറഞ്ഞു, നബിയെ എനിക്ക് ബദർ യുദ്ധത്തിന് പോകണം. എനിക്ക് നബിതങ്ങളുടെ മുമ്പിൽ ചെന്നിട്ട് പറഞ്ഞു ബദർ യുദ്ധത്തിന് പോകണം. അപ്പം മക്കൾ വന്നിട്ട് പറഞ്ഞു, വാപ്പായ്ക്ക് ഈ വയ്യാത്ത കാലം കൊണ്ട് എങ്ങനെയാ നബിയെ ബദർ യുദ്ധത്തിന് പോകുക? അതുകൊണ്ട് അനുവാദം കൊടുക്കരുത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു തആലയോട് പറഞ്ഞു, നിങ്ങൾക്ക് ഉദുറുണ്ട്, നിങ്ങൾക്ക് കാരണങ്ങളുണ്ട്, പോകണ്ട. വയ്യാത്ത ആളാ, സുഖമില്ലാത്ത ആളാ,